ഹലോ, ആന്റണിച്ചനായിരുന്നു. ഞാൻ വിചാരിച്ചു വല്ല കടക്കാരുമായിരിക്കുമെന്ന്. ആ ലക്ഷ്മി അമ്മ ഇപ്പൊ തന്നെ പറഞ്ഞതേ ഉള്ളൂ, ആന്റണിച്ചൻ വിളിച്ചില്ലല്ലോ എന്ന്. ആ പിന്നെ ഇന്ന് രാവിലെ ആദിത്യം വിളിച്ചായിരുന്നു. ഈ ഫോൺ ലക്ഷ്മിയുടെ കയ്യിൽ കൊടുത്തേ. കൊടുക്കാം. ഹലോ ലക്ഷ്മിയെ, മോൻ വിളിച്ചിരുന്നല്ലേ? അവന് നല്ലൊരു ജോലി കിട്ടിയെന്ന് പറഞ്ഞു. എന്റെ കാര്യവും ശരിയായി ലക്ഷ്മി. ഒക്കെ നിന്റെ പ്രാർത്ഥനയുടെ ഫല. ആഴ്ചയിലൊരിക്കൽ ലീവ് കിട്ടുമോ? അതിപ്പോ വലിയ വലിയ ആൾക്കാരല്ലേ, അവര് തീരുമാനിക്കുന്ന പോലെ ഇരിക്കും കാര്യങ്ങള്. ആദിക്ക് ലീവ് കിട്ടിയാലും അവൻ വരില്ല. കടങ്ങളെ കൊടുത്ത് വീട്ടാതെ ഈ നാട്ടുകാരുടെ മുഖത്ത് നോക്കാൻ അവന് പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. സാരമില്ല, എനിക്ക് വിഷമമൊന്നുമില്ല. നമ്മുടെ കടങ്ങളെല്ലാം ഒന്ന് തീർന്നു കിട്ടിയാ മതി. ലക്ഷ്മിയെ, മോൻ എവിടെ താമസിക്കണേന്ന് പറഞ്ഞോ? ഇല്ല, ഒന്നും പറഞ്ഞില്ല. ഇനി അവൻ വിളിക്കുമ്പോ എവിടെ താമസിക്കണെന്ന് ചോദിക്കണം. പോയി കാണുവോ? ഞാൻ ചെന്ന് കണ്ടോളാം. പിന്നെ നീ വിഷമിക്കാതിരിക്കി, എല്ലാം ശരിയാവും. വെക്കട്ടെ. എട്ടേ പൊട്ടിയുള്ളൂ. ഇതാ ഞാൻ പറഞ്ഞത്, 9 ചീട്ടാക്കിയാലേ 8 പൊട്ടിക്കൂ. ഭയങ്കരന്മാരാ, ഞാൻ വെറുതെ വിടില്ല. പൊട്ടി 9 പൊട്ടി. ചിലപ്പോ ഇവരിങ്ങനെയാ. അച്ഛൻ ഇന്നും തൊഴാൻ ഇങ്ങോട്ട് കേറിയില്ല. വാശിയിലായിരിക്കൂല്ലേ? വാശിയൊന്നുമല്ല, ദൈവത്തോടുള്ള ഒരു പരിഭവം. ദൈവമായാലും മനുഷ്യരായാലും സ്നേഹത്തിന് വില കൊടുക്കണം. അന്നിക്കറിയാമോ, ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ചെറിയൊരു തലവേദന വന്നതാ എന്റെ ഭാഗ്യലക്ഷ്മിക്ക്. പിന്നെ എന്നെ 9 ദിവസം പിടിച്ചു നിർത്താൻ ഒരവസരം പോലും തരാതെ എന്റെ ഭാഗ്യലക്ഷ്മിയെ തിരികെ വിളിച്ചു. കൂടെ ജീവിച്ച ആളെ കൊണ്ടുപോകുമ്പോ എന്നെ ഒന്ന് ഓർക്കണ്ടേ? ആ ഒരു പരിഭവത്തിലാണ് ഞാനിവിടെ വന്നാൽ ഭഗവാനുള്ള വെടിവഴിപാട് നടത്തും, 9 എണ്ണം. അവള് കിടന്ന 9 ദിവസങ്ങളുടെ ഓർമ്മയ്ക്ക്. മാത്രമല്ല, ഞാനിവിടെ വന്നു എന്ന് അറിയിക്കണ്ടേടോ. അന്ന് നഷ്ടപ്പെട്ടതാണ് മിന്നുമോളുടെ കളിയും ചിരിയും. എന്റെ ഭാഗ്യലക്ഷ്മി തിരിച്ചു തരണമെന്ന് ഞാൻ പറയുന്നില്ല. മിന്നുമോളുടെ കളിയും ചിരിയും എനിക്ക് തിരിച്ചു തരണം. ഞങ്ങളുടെ ഇടയിലെ പരിഭവം തീർക്കാൻ ഞാൻ വെച്ചിട്ടുള്ളൊരു ഓപ്ഷനാണ്. നോക്കാം. ചേട്ടൻ കല്യാണം കഴിച്ചാണോ? അതെ. കല്യാണം കഴിച്ചിട്ടില്ല. എനിക്ക് തോന്നി. ഞാനും കഴിച്ചിട്ടില്ല. സുമേ, ആ തോറിന്റെ പാത്രം എങ്ങനെ എടുത്തോളൂ. ഇതെന്താണ് മൊബൈലിൽ ഇത്ര പേർക്ക് കാണാൻ? ഞാൻ ഗെയിം കളിക്കുക. 9,000 പോയിന്റായി, 10,000 ആക്കണം. വേഗാക്ക്, എന്നിട്ടാണ് മാമുണ്ടായി. അതൊരു പാവാ. മൊബൈല് കിട്ടിയാ പിന്നെ ഭക്ഷണം കൂടി വേണ്ട. എന്റെ അനിയത്തിയാ സുമ. ഈ വെളുത്ത ചോറിന്റെ മുൻപിലിരിക്കുന്ന ചേട്ടനെ കാണുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുക. സത്യം പറയാലോ, ഈ ചുറ്റുമതിലിനുള്ളിൽ വന്നേ പിന്നെ ഇതുപോലൊരു കറുത്ത മനുഷ്യനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇതിപ്പോ പൂരത്തിന്റെ ഇടയിൽ ആനെ കാണുന്നവരുണ്ടല്ലേ ചേച്ചി. ഈ കറുപ്പ് അച്ഛന്റെയോ അതോ അമ്മയുടെയോ? അച്ഛമ്മയുടെ. എനിക്ക് ഈ കറുപ്പ് ഇഷ്ടം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഞാൻ കരുതി മിന്നുമോളായിരിക്കുന്നു. കൃത്യസമയത്ത് തന്നെ പണികൾ തീരുവോ? നടക്കും സർ. മണലിലൊക്കെ ഇപ്പൊ എന്താ? ഇതാണോ പുതിയ മെറ്റീരിയൽസ്? അതെ സർ, എല്ലാം ഹൈ ക്വാളിറ്റി. ആന്റണി, വണ്ടി എടുക്കും.
ഞാൻ സത്യശീലൻ. പക്ഷേ ഇത് ഞാനല്ല. യഥാർത്ഥ ഞാൻ കണ്ടു പേടിക്കണ്ട. കൈരേഖ നോക്കി സത്യസന്ധമായി ലക്ഷണം പറയുന്നതിന് ലക്ഷണം കെട്ടവന്മാർ എനിക്ക് തന്ന ദക്ഷിണകളാണ് ദാ ഇതെല്ലാം. മൊത്തത്തിൽ നാട്ടുകാരുടെയും എന്റെയും സമയം ശരിയല്ല. എന്നാലും ഞാൻ സത്യമേ പറയൂ. നിങ്ങൾ ആദിത്യന്റെ അപ്പനല്ലേ? അതെ. അവൻ ഇവിടെ ഇല്ല എന്ന് പറയാൻ എന്നെ ഏൽപ്പിച്ചു. അതൊരു സത്യം. പക്ഷേ ഞാൻ കള്ളം പറയുകയില്ല. അത് മറ്റൊരു സത്യം. അവന്റെ അകത്തുണ്ട്. അതാണ് സത്യം. നമ്മുടെ ആനയെ കൊണ്ട് പോലും ഭാരം വലിപ്പിക്കാത്തവനെ അപ്പൻ. എന്നിട്ടും നീ, ഞാനും ലക്ഷ്മിയും നിന്നെ വെയിലും മഞ്ഞും കൊള്ളിക്കാതെ വളർത്തിയതല്ല മോനെ. എന്നിട്ടും എനിക്കിതൊന്നും സഹിക്കാൻ പറ്റണില്ല. കുഞ്ഞിനാളിൽ അപ്പന്റെ മാറിലും വലുതായിപ്പോ അപ്പന്റെ മനസ്സിലും വളരായിരുന്നു. തലയോളം കടം വന്ന് കയറിയിട്ടും ആന്റണി പതറില്ല. പക്ഷെ എന്റെ മോനെ അവിടെ കണ്ടപ്പോ അപ്പന്റെ മനസ്സ് തകർന്നു പോയടാ. അപ്പൊ എന്നൊന്നും പറയരുത്. ഏയ്, എന്റെ മോൻ അപ്പനൊന്നും പറയില്ല കേട്ടോ. എന്റെ മോൻ വെയിൽ കൊണ്ടിട്ടേ അപ്പനെ പോലെ കറുത്തു പോരുത്. അത് ഈ അപ്പന് സഹിക്കില്ല. ലക്ഷ്മിയുടെ നിറ മോന്. ഹൃദയരേഖയും ദാമ്പത്യരേഖയും പിണങ്ങി കിടക്കുന്നു. നീ ശ്രമിച്ചാൽ കിട്ടാവുന്നൊരു നല്ല ജോലിയായിരിക്കും അത്. മിന്ന് ഗ്രൂപ്പിൽ മാനേജർ ആവാനുള്ള എല്ലാ യോഗ്യതകളും നിനക്കുണ്ട്. പറഞ്ഞു വരുമ്പോൾ നീയും പാതി രാജരക്തത്തിൽ പിറന്നവനല്ലേ. ഹൈ, ഏതെങ്കിലും ഒരു കോവിലകത്തിന്റെ പേരങ്ങോട്ട് പറഞ്ഞേക്കണം. നിന്റെ മുഖത്ത് നോക്കിയാ നീ രാജകുടുംബത്തിലല്ലെന്ന് ആരും പറയില്ല. അപ്പൻ എന്തൊക്കെയാ പറയണേ? അപ്പം പറയണ ശരി. ദൈവം സഹായിച്ച് എന്റെ നിറവും കോലവും നിനക്ക് കിട്ടാതെ പോയത് നന്നായി. വേണ്ടപ്പാ, അപ്പന്റെ മോനാണെന്ന് അറിഞ്ഞിട്ട് കിട്ടുന്ന ജോലി മതി എനിക്ക്. ആദ്യം നമ്മളാരെയും ചതിക്കാനല്ലല്ലോ പോണത്. നമ്മളെല്ലാം എല്ലാരും തോൽപ്പിച്ചത്. അപ്പന് പഴയ ആദ്യമോനെ തിരിച്ചു വേണം. വാചകം അടിച്ച അപ്പനെ വരച്ച വരയിൽ നിർത്തണ ആദ്യമോനെ. വർമ്മ സാറിനോട് ഞാൻ സംസാരിച്ച് ശരിയാക്കാം. പക്ഷേ തീരുമാനമെടുക്കേണ്ടത് മിന്നുമോളാ. അത് വല്ലാത്തൊരു അവതാര. അവളെ വീഴ്ത്തേണ്ടത് നിന്റെ ഉത്തരവാദിത്ത. അപ്പൻ എന്നെ വഴിതെറ്റിച്ച് അടങ്ങുള്ളല്ലേ? വഴിയാധാരമായ നമ്മുടെ ജീവിതം നമുക്ക് തിരിച്ചു പിടിക്കണ്ടടാ മോനെ.